ഹായ് മക്കളെ, നമസ്കാരം. ഡോക്ടർ ശ്രീനിവാസനാണ്. നമ്മുടെ SLC എക്സാം എഴുതാൻ പോകുന്ന മക്കൾക്ക് ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ധ്യേയവാക്യങ്ങളും അത് ഓരോ സംസ്ഥകളുടെ പേരും. സംസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പ്രത്യേക തരത്തിലുള്ള ചില എന്താ പറയുക, ഭാരത സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ, അതേപോലെ BSNL പോലത്തെ സ്ഥാപനങ്ങൾ, അതേപോലെ LIC പോലത്തെ സ്ഥാപനങ്ങൾ, ഇങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങൾക്ക് ധ്യേയവാക്യങ്ങളുണ്ടാവും, അവരുടെ മോട്ടോ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ചെറിയ ഒന്ന് രണ്ട് എന്താ പറയുക ലോഗോവും അതിൻ്റെ ഒരു 10-12 ലോഗോയും അതിൻ്റെ ധ്യേയവാക്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ഭാരത സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ലോഗോ ആയിട്ട് വരുന്നത് അതിൽ ധ്യേയവാക്യം, ഇത് ഉപനിഷത്തുകളിൽ നിന്നൊക്കെ എടുത്തതാണ്. നിങ്ങൾ 10ാമത്തെ അവസാനത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉപനിഷത്തുക്കളിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ധ്യേയവാക്യങ്ങളും ലോഗോ ഒക്കെ വരുന്നുണ്ട്. ലോഗോ ഇല്ല, ധ്യേയവാക്യങ്ങൾ വരുന്നുണ്ട് സംസ്ഥയും. അപ്പോൾ അതിലെന്താണ് സത്യമേവ ജയതേ എന്നുള്ളത് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും എന്താണ് പറയുക മോട്ടോ ആയിട്ട് വരുന്നതാണ്, അവരുടെ ധ്യേയവാക്യമായിട്ട് വരുന്നതാണ്. അടുത്തത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഏതാണ്, യഥോ ധർമ്മസ് തഥോ ജയഹ എന്നാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ലോഗോ ആയിട്ട് വരുന്നത്. AICT വരുന്നത് എന്താണ്, യോഗ കർമ്മസു കൗശലം എന്നാണ്. അടുത്തത് എയിംസ്, AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസിൻ്റെ വരുന്നത് എന്താണ്, ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് എയിംസിൻ്റെ ലോഗോ ആയിട്ട് വരുന്നത്. അടുത്തത് ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ, അവരുടെ ലോഗോയിൽ കൊടുത്തിരിക്കുന്ന മോട്ടോ ധ്യേയവാക്യം എന്ന് പറയുന്നത് യഥോ ന്യായ തഥോ ജയഹ എന്നാണ്. എവിടെ ന്യായമുണ്ടോ അവിടെ ജയമുണ്ടോ എന്നർത്ഥത്തിൽ. അടുത്തത് ഇന്ത്യൻ നേവി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇന്ത്യൻ നേവിയുടെ ലോഗോ വരുന്നത്, അതിൽ ധ്യേയവാക്യം വരുന്നത് എന്താണ്, ശം നോ വരണഹ, വരണൻ നമുക്ക് മംഗളം നൽകട്ടെ, ശം നോ വരണഹ എന്നാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാരതീയ തടരക്ഷകം, അതായത് നേവി എന്ന് പറഞ്ഞാൽ കടലിനുള്ളിലേക്ക് പോകുന്ന ആൾക്കാരാണ്, കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ കടൽ തീരത്തെ സംരക്ഷിക്കുന്നവരാണ്. അവരുടെ എന്താണ്, വയം രക്ഷാമഹ എന്നാണ് ധ്യേയവാക്യമായിട്ട് വരുന്നത്. DRDO, ഡിഫൻസ് R&D ഓർഗനൈസേഷൻ്റെ വരുന്നത് എന്താണ്, ബലസ്യമൂലം വിജ്ഞാനം എന്നാണ് ധ്യേയവാക്യമായിട്ട് വരുന്നത്. അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നഭഃ സ്പൃശം ദീപ്തം എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ, ഭാരതീയ വായുസേനയുടെ മോട്ടോ ആയിട്ട് വരുന്നത്. അടുത്തത് CBSE ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. CBSEയുടെ വരുന്നത് അസതോമ സദ്ഗമയ എന്നാണ്. ഓക്കെ. അടുത്തത് കേരളീയ എന്താ പറയുക, കേന്ദ്ര സർവകലാശാല, സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ അമൃതം തു വിദ്യ എന്നാണ് ലോഗോ ആയിട്ട് വരുന്നത്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്താണ്, ആപോ ജ്യോതി രസോ അമൃതം എന്നാണ് വരുന്നത് ധ്യേയവാക്യമായിട്ട്. LIC, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. LICയുടെ എന്താണ്, യോഗക്ഷേമം വഹാമ്യഹം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലോഗോയോട് കൂടി കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് വിത്ത് ലോഗോ കാണിച്ചു തരുന്നത്. LICയുടെ യോഗക്ഷേമം വഹാമ്യഹം എന്നാണ്. ദൂരദർശൻ്റെ എന്താണ്, സത്യം ശിവം സുന്ദരം എന്നാണ് ദൂരദർശൻ്റെ ധ്യേയവാക്യമായിട്ട് വരുന്നത്. അടുത്തത് ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണിയുടെ എന്താണ്, ബഹുജനഹിതായ ബഹുജന സുഖായ എന്നാണ് ആകാശവാണിയുടെ ലോഗോ ധ്യേയവാക്യമായിട്ട് വരുന്നത്. അടുത്ത നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണ്, സർവേ ഭവന്തു സുഖിനഃ. അപ്പോൾ ഇവരുടെ എല്ലാം ഈ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ എന്താണോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ലോഗോയും അതിൻ്റെ ധ്യേയവാക്യവും വരിക. ഈ ധ്യേയവാക്യങ്ങൾ എടുക്കുന്നത് വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും കാളിദാസരെ പോലത്തെ ആൾക്കാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കാവ്യങ്ങളിൽ നിന്നുമൊക്കെയാണ്. ICMR എന്താണ്, പരീക്ഷണകാരിണോഹി കുശലാഭവന്തി എന്നാണ് ICMRൻ്റെ ലോഗോ വരുന്നത്. കേരള പോലീസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മൃദുഭാവേ ദൃഢകൃത്യേ, ഭാവത്തിൽ മൃദുവാണെങ്കിലും കൃത്യത്തിൽ ദൃഢമാണ് എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ ധ്യേയവാക്യമായിട്ട് വരുന്നത്. അടുത്തത് എന്താണ്, റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ RPFൻ്റെ എന്താണ്, യശോ ലഭസ്വ എന്നാണ് RPFൻ്റെ. കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ എന്താണ്, തത്വം പൂഷന് അപാവൃണു എന്നാണ് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ എന്താ പറയുക ലോഗോയിൽ കൊടുത്തിരിക്കുന്ന ധ്യേയവാക്യം. അടുത്തത് നവോദയ വിദ്യാലയ സമിതിയുടെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചതുർവേദ മഹാവാക്യങ്ങളിൽ ഒന്നാണ്. അടുത്ത NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ വിദ്യാധനം സർവധന പ്രധാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജ്ഞാനവിജ്ഞാന വിമുക്തയെ എന്നാണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നേവിയുടെയും എയർഫോഴ്സിൻ്റെയും LICയുടെയും ഒക്കെ നോക്കി വയ്ക്കുക. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കർമ്മണി വ്യജ്യതേ പ്രജ്ഞ എന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വരുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തമസോമ ജ്യോതിർഗമയ എന്നാണ് വരുന്നത്.
അടുത്തത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ സർവേ ഭവന്തു സുഖിനഹ എന്നാണ് വരുന്നത്. ഇനി അടുത്ത എന്താണ്? CUST തേജസ്വിനാവധീതമസ്തു എന്നാണ്. ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എന്താണ്? തേജസ്വിനാവധീതമസ്തു എന്നാണ്. ഇനി അടുത്ത എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാലടി സംസ്കൃത സർവകലാശാലയുടെ ജ്ഞാനാദേവതു കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യം ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്താണ്? നിർമായ കർമ്മണ ശ്രീഹി എന്നാണ്. നിർമായ കർമ്മണ ശ്രീഹി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ധ്യേയവാക്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക്. ഇതിൽ പറഞ്ഞ ഞാൻ ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നുകൂടി ഊന്നി പഠിക്കുക. അതേപോലെ BSNLൻ്റെ ലോഗോ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.